ഹലോ, ഇന്നൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ ആരി വർക്കും എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിങ്ങിൻ്റെ അകത്ത് നിന്ന് ക്ലോത്ത് എടുത്ത് മാറ്റുമ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളൊന്നുകിൽ നീഡിൽ അല്ലെങ്കിൽ ആരി നീഡിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അത് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യാന്നല്ല, ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് വലിച്ചു കൊടുക്കുക. അധികം ഡീപ്പായിട്ടൊന്നും നീഡിൽ കുത്തി ഇറക്കാൻ പാടില്ല, കാരണം അത് കൂടുതൽ ഡാമേജ് ആക്കുകയാണ് ചെയ്യുക. പതിയെ സോഫ്റ്റായിട്ട് നല്ല ക്ഷമയോടെ വേണം ഈ ഒരു നീഡിൽ വെച്ചിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കാൻ. നോർമലി പെൻസിലൊക്കെ വെച്ച് വരയുന്നതാണൊക്കെ തന്നെ വരഞ്ഞു കൊടുത്താൽ മതി. സ്ട്രെയിറ്റ് ആയിട്ടോ അതോ നേരെയോ ഒന്നും, അതായത് കുത്തനെയോ നേരെയോ ഒന്നും ഈ ഒരു നീഡിൽ വെച്ചിട്ട് വരയാൻ നിൽക്കരുത്, കൂടുതൽ ഡാമേജ് ആക്കും. പകരം ഒരു കുഞ്ഞൊരു ചെരിവ് കൊടുത്തത് കുറച്ചൊന്ന് ചെരിവ് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു പോർഷൻ മാറി നല്ല രീതിയിൽ ഒരു പെർഫെക്ഷനും കാര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.